ഹലോ, പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഉണക്കമീൻ കറി വെക്കുവാണ്. അതെ, ഇത്രയും മീനുണ്ട്. ഇത് മത്തി മീനാ. അപ്പോൾ അതിനെ കറി വെക്കാൻ പോവാം ഞാനിന്ന്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പടവലങ്ങ, തക്കാളി, പച്ചമുളക്, ഇത്രയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കേശപ്പൻ സ്കൂളിൽ പോയിട്ടില്ല, അത് ഇവിടെ ഉണ്ട്. കേശപ്പന് 2 ദിവസമായിട്ടേ പനിയൊക്കെ, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടൊന്നുമില്ല. അപ്പോഴേ നമുക്ക് മീൻ കറി വെക്കാം. ഈ മീൻ കഷ്ണത്തിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിരിക്കുന്നോണ്ടേ അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട. നേരത്തെ ഞാൻ ഇഞ്ചി എടുത്തില്ലായിരുന്നു, അപ്പം ഒരു പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞിടാം. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. സ്പൂണ് കണക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഇതിന്റെ ഒരു അളവനുസരിച്ച് ഞാൻ അങ്ങ് എടുക്കുവാണേ. കുരുമുളക് പൊടി അല്ലേ. ഇനി ഇതിനെല്ലാം കൂടെ വെള്ളം ചേർത്ത് കലക്കി നമുക്ക് വേകാൻ വേണ്ടി വെക്കാം. പിന്നെ പകുതി വേവായതിന് ശേഷം നമുക്ക് ഇത് തേങ്ങ അരച്ച് ചേർക്കാം. മീനും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് വേവട്ടെ. ഗ്യാസ് കത്തിക്കാം. കേശപ്പൻ എൻ്റെ കയ്യാണ്. ആണോ? ഉപ്പ് നമുക്ക് തിളച്ചിട്ടൊക്കെ നോക്കിയിട്ടിട്ടാ മതി. പിന്നെ അതേ 2 പുളി 2 ഇടുന്നുണ്ട്. പുളി 2 പുളി ഒന്ന് കഴുകിയിട്ടിട്ട് കൊടുക്കാം. 2 പുളി കൂടി ഇടുന്നേ. ഉപ്പ് തിളച്ചതിന് ശേഷം നോക്കിയിട്ടിട്ടാ മതി. മീൻ ഉണക്കമീൻ ആയതുകൊണ്ട് നമുക്ക് അരപ്പും കൂടെ അരച്ച് വെക്കാമേ. അരപ്പിന് തേങ്ങയും കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുത്താൽ മതി. കേശപ്പൻ എന്തെടുക്കുക? നല്ല മഴ വരുന്നുണ്ട് ഇവിടെ. അപ്പം കേശപ്പൻ അച്ചയുടെ വണ്ടി ഒക്കെ മൂടിയിടുക മഴ വരുന്നതിന്. ഇട്ടാ? ഇട്ടില്ലേ? മതിയല്ലോ. നമുക്കിനി നമ്മുടെ മീൻകറി എന്തുവായെന്ന് നോക്കാം. മീൻകറി നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കൂടെ ഉപ്പും കൂടി നോക്കണ്ടേ. ഉണക്ക മീൻകറി വെക്കുമ്പോഴേ എനിക്ക് ഈ ചുമന്ന കളറിൽ ഇരിക്കാതെ ഈ ഒരു മഞ്ഞയല്ല റെഡും അല്ല, ആ ഒരു കളറിലിരിക്കുന്ന ഉണക്കമീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇതേപോലെ ഇതിപ്പോൾ റെഡ് കളറല്ല, വീഡിയോയിൽ ചെറിയൊരു റെഡ് പോലെ ഇരിക്കുന്ന ഇത് റെഡല്ല. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഒന്നും നമ്മൾ ഉപ്പിട്ടില്ലല്ലോ. ഉപ്പിട്ട് കൊടുക്കണം. എരി കുറവാ. അപ്പോൾ 2 പച്ചമുളക് കൂടെ കീറി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇടുക. കടുക് വറക്കുന്നില്ല, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് വറക്കണമെന്നുള്ളവർക്ക് കടുക് വറക്കാം, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ടേ.